ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് തൈറോയിഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിലുള്ളത് നമുക്ക് ശരീരത്തിലേക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ ഊർജ്ജമായി കൺവേർട്ട് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഇത് നമുക്ക് 2 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ല, കോൾഡ് ഇൻടോളറൻസ് അവർക്കുണ്ടായിരിക്കും. ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവരിൽ കൂടുതൽ പേർക്കും വണ്ണം കുറവാണ് കാണപ്പെടുന്നത്, മെലിഞ്ഞായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളോ ഈ പറഞ്ഞ ലക്ഷണങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യനെ ഉടനെ തന്നെ പോയി കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ട പരിഹാരങ്ങൾ കാണുന്നത് വളരെയധികം നന്നായിരിക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര, ചീഫ് ഫിസിഷ്യൻ, ഭൂമി നാച്ചോ ക്യൂർ ആൻഡ് വെൽനസ്, കൂറ്റനാട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് തൈറോയിഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ ശരീരത്തിലുള്ളത് നമുക്ക് ശരീരത്തിലേക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ ഊർജ്ജമായി കൺവേർട്ട് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഇത് നമുക്ക് 2 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, T3 അതുപോലെ തന്നെ T4 എന്ന് പറയുന്ന 2 ഹോർമോൺസ്. ഇനി ഈ തൈറോയിഡ് ഗ്രന്ഥിനെ ഈ T3 T4 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യിക്കാനായിട്ട് മറ്റൊരു സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും കൂടിയുണ്ട്. അതാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. ഈ 3 ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് വെച്ചിട്ട് നമുക്ക് ഹൈപ്പോതൈറോയിഡിസം അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം എന്നീ 2 കണ്ടീഷൻസ് ആണുള്ളത്. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ T3 T4 2 ഹോർമോൺസിൻ്റെ ലെവൽസ് കുറയാണ് ചെയ്യുന്നത്, അതുപോലെ TSHൻ്റെ ലെവൽ കൂടുകയും ചെയ്യുന്നു. അതേസമയം ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ അതിൽ T3 T4ൻ്റെ ലെവൽ കൂടുകയും TSHൻ്റെ ലെവൽ കുറയുകയും ചെയ്യുന്നു. ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകാനായിട്ടുള്ള ചില കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അയഡിൻ ഡെഫിഷ്യൻസി മൂലം. നമുക്ക് അയഡിൻ എന്ന് പറയുന്നത് തൈറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ പിന്നെ ആ അയഡിൻ ഡെഫിഷ്യൻസി മൂലം നമുക്ക് തൈറോയിഡിൻ്റെ T3 T4ൻ്റെ ലെവൽസ് കുറയാനായിട്ട് സാധ്യതയുണ്ട്. തൈറോയിഡൈറ്റിസിൻ്റെ കാര്യത്തിലാണെങ്കിൽ T3 T4ൻ്റെ ലെവൽ അതിൽ കുറയുകയാണ് ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ മൂലം. ഇനി മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് സ്വന്തം ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി സ്വന്തം കോശങ്ങൾ തന്നെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാണപ്പെടുക വഴി ഇത് തൈറോയിഡിനെ തന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ തൈറോയിഡിന് ശരിയായ രീതിയിൽ തൈറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് അയഡിൻ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഈ തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒന്നും കൂടിയാണ് അയോഡിൻ എന്ന് പറയുന്നത്. അയോഡിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് T3 T4 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് പോസ്റ്റ് പാർട്ടം തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്, അതായത് പ്രഗ്നൻസിക്ക് ശേഷം ചിലർക്ക് കുറച്ച് നാളത്തേക്ക് മാത്രം ഈ T3 T4ൻ്റെ ലെവൽസ് കുറവായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് ഇനി വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്, വേറൊരു കോസ് എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതിരിക്കുക. വളരെ ചുരുക്കം പേരിൽ മാത്രം കാണപ്പെടുന്ന ഒരു കാര്യമാണ് തൈറോയിഡ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഇനി ഹൈപ്പർ തൈറോയിഡിസിൻ്റെ കാര്യത്തിൽ അതിൻ്റെ കോസസ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഗ്രേവ്സ് ഡിസീസാണ്. ഗ്രേവ്സ് ഡിസീസിൽ ഇതുപോലെ തന്നെ T3 T4ൻ്റെ ലെവൽസ് കൂടുതലായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് എക്സസ് ആയിട്ടുള്ള അയോഡിൻ. കൂടുതൽ അയോഡിൻ ഉണ്ടാകുമ്പോൾ കൂടുതൽ T3 T4 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെന്ന് പറയുന്നത് ഈ തൈറോയിഡ് ഗ്ലാൻഡിൽ കാണപ്പെടുന്ന നൊഡ്യൂൾസ്. ഈ നൊഡ്യൂൾസ് കാരണം ഈ തൈറോയിഡ് ഗ്ലാൻഡ് കുറച്ചുകൂടെ ഓവർ ആക്റ്റീവ് ആവുകയും അങ്ങനെ കൂടുതൽ T3 T4 ലെവൽസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്രയാണ് ഇത് രണ്ടിൻ്റെയും കോസുകൾ എന്ന് പറയുന്നത്. ഇനി ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കൂടുതലും ആൾക്കാർക്ക് വളരെയധികം തടി കാണപ്പെടുന്നുണ്ട്. അവർക്ക് അമിതവണ്ണം കാണപ്പെടുന്നു. അവരധികം ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല, പക്ഷെ അവർക്ക് അമിതമായ വണ്ണം കാണപ്പെടുന്നുണ്ട്. പിന്നെ അവരിൽ കാണുന്ന മറ്റൊന്ന്, അവരുടെ മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഹെവി ബ്ലീഡിങ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. പിന്നെ മൂന്നാമതായിട്ട് അവരിൽ കാണപ്പെടുന്നതെന്ന് പറയുന്നത് ഭയങ്കര ക്ഷീണമായിരിക്കും. നാലാമത് അവർക്കുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ല, കോൾഡ് ഇൻടോളറൻസ് അവർക്കുണ്ടായിരിക്കും. ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവരിൽ കൂടുതൽ പേർക്കും വണ്ണം കുറവാണ് കാണപ്പെടുന്നത്, മെലിഞ്ഞായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അവർക്ക് കൂടുതൽ എനർജി എക്സ്പെൻഡിച്ചറാണ് നടക്കുന്നത്. T3 T4 ലെവൽസ് കൂടുതലായതുകൊണ്ട് അവർക്ക് കൂടുതൽ എനർജി എക്സ്പെൻഡിച്ചർ നടക്കുന്നു. സോ അവർ കൂടുതൽ പേരും മെലിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അവർക്ക് ക്ഷീണം കൂടുതലായിരിക്കും. പിന്നെ പീരിയഡ്സ് ഭയങ്കര
ഇറഗുലർ മെൻസ്ട്രൽ പീരീഡ്സ് ആണ് അവർക്ക് കാണപ്പെടുന്നത്. പിന്നെ അവർക്ക് കാണപ്പെടുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റാതിരിക്കുക, ഹോട്ട് ഇൻടോളറൻസ് അവർക്ക് കാണപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ ചിലരിൽ ഈ തൈറോയിഡ് ഗ്രന്ഥി വീക്കം വരുന്നത്, അതായത് ഗോയിറ്റർ ഫോർമേഷൻ ഉണ്ടാവുന്നത് കാണപ്പെടുന്നുണ്ട്. പിന്നെ മെൻ്റൽ ടെൻഷൻസ്, അതായത് ഡിപ്രഷൻ, ആൻസൈറ്റി തുടങ്ങിയ കാര്യങ്ങളും ഈ ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് കൂടുതലായിട്ടും കാണുന്നതാണ്. ഇനി ഇത് എങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്, എങ്ങനെയൊക്കെ ഡയഗ്നോസ് ചെയ്യാം എന്നുള്ളത്. അതിൽ ഒന്നാമത്തത് നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ വഴി നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മറ്റൊരു ഇതെന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഇമേജിങ് ടെസ്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. അൾട്രാസൗണ്ട് വഴി നമുക്ക് എന്തെങ്കിലും സ്വെല്ലിങ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഇതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡയറ്റാണ്. ഇനി ഡയറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒഴിവാക്കേണ്ടതായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരു പരിധിവരെ നമ്മൾ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പിന്നെ നമുക്ക് കുറയ്ക്കേണ്ടതായിട്ടുള്ളത് ബ്രൊക്കോളി, കാബേജ്, അതുപോലെ കോളിഫ്ലവർ, നിലക്കടല തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയല്ല, ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് കുറയ്ക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ജങ്ക് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡുകൾ, നമുക്ക് ആ പുറമെ നിന്ന് ലഭിക്കുന്ന കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ കൂടുതൽ സ്വീറ്റൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തുടങ്ങിയവ കുറയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കടൽ മത്സ്യങ്ങൾ, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ തുടങ്ങിയൊക്കെ നമ്മുടെ ഡയറ്റ് പ്ലാനിലേക്ക് ആഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതേപോലെ ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയ പച്ചക്കറികൾ, അതുപോലെ ഫ്രൂട്ട്സിൽ നമ്മൾ സ്ട്രോബെറി, ബ്ലൂബെറി, ഓറഞ്ച്, ഗ്രേപ്സ് തുടങ്ങിയവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഡെയിലി ഡയറ്റ് പ്ലാനിലേക്ക് ആഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇനി ഭക്ഷണങ്ങൾക്ക് പുറമെ നമുക്ക് എക്സസൈസുകൾ കൂടെ ചെയ്യാവുന്നതാണ്. ദിവസം ഒരു അരമണിക്കൂറെങ്കിലും തൈറോയിഡിന് വേണ്ടിയിട്ടുള്ള ചില എക്സസൈസുകളുണ്ട്, അത് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. തൈറോയിഡിൻ്റെ ഹോർമോൺസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനും, അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് പ്രശ്നങ്ങളിൽ തൈറോയിഡ് ഡിസീസുകൾ ഒഴിവാക്കാനായിട്ടും അല്ലെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും അത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ത്രോട്ട് പാക്കുകൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതായത് തൊണ്ടയിൽ കോൾഡ് ത്രോട്ട് പാക്ക് കൊടുക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി കുറച്ചുകൂടെ നന്നായി ഫങ്ഷൻ ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ പിന്നെ ചെയ്യാവുന്നത് കുക്കുംബർ പാക്ക് നമുക്ക് കഴുത്തിൽ കൊടുക്കുന്നതും ഇതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഫങ്ഷനിങ്ങും കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. ഈ തണുപ്പ് നമുക്ക് നമ്മുടെ കഴുത്തിൽ കൊടുക്കുമ്പോൾ ആ ഗ്രന്ഥിയിലേക്കുള്ള അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അത് കുറച്ചുകൂടെ നന്നായിട്ട് സ്മൂത്തനായിട്ട് നമുക്ക് അതിൻ്റെ ഫങ്ഷൻ നടക്കുകയും ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളോ ഈ പറഞ്ഞ ലക്ഷണങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യനെ ഉടനെ തന്നെ പോയി കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ട പരിഹാരങ്ങൾ കാണുന്നത് വളരെയധികം നന്നായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.